എന്തായാലും ജയിലിൽ വെച്ചുള്ള ദേഹാസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിലാക്കിയിരിക്കുന്നു തന്ത്രി കണ്ഠരര് രാജീവരെ. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലെ ICUവിലാണ് ആക്കിയിരിക്കുന്നത്. പരിശോധനാ റിപ്പോർട്ടുകളിൽ ചില വ്യതിയാനങ്ങൾ കണ്ടെത്തിയതോടെയാണ് തന്ത്രിയെ ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ തന്ത്രി ICUവിലാണ്, മെഡിക്കൽ കോളേജ് ICUവിലാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. നാളെ ഇപ്പോൾ SIT സംഘം കസ്റ്റഡിയിൽ വാങ്ങാനിരിക്കെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിൽ നിന്നും അറിയാനാകുന്നത് റോഷി? സ്മൃതി, തന്ത്രി ഇന്ന് രാവിലെയാണ് ജയിലിൽ വെച്ച് തലകറക്കം അനുഭവപ്പെട്ടു. തുടർന്ന് പിന്നാലെ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തി. അവിടെ പ്രാഥമിക പരിശോധന നടത്തി. അതിനുശേഷമാണ് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ പരിശോധന പൂർത്തിയാക്കിയപ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ട ചെറിയ സംശയങ്ങൾ ഡോക്ടർമാർക്കുണ്ടായി. അതിനെ തുടർന്ന് കൂടുതൽ വിശദമായ പരിശോധന നടത്തുന്നതിന് വേണ്ടി കൂടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MICUവിൽ തന്ത്രിയെ പ്രവേശിപ്പിച്ചത്. ഏതായാലും അങ്ങനെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ല. പക്ഷേ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം നേരത്തെ തന്നെ പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചില മെഡിക്കൽ പരിശോധനകളിൽ ചില സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് അവിടെ തുടർ പരിശോധനകൾക്ക് വേണ്ടി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ തന്നെ ആശുപത്രിയിൽ നിന്നും വിടുതൽ നേടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ജയിലിലേക്ക് തിരിച്ചു പോകും. ശരി, റോഷിപാൽ ആണ് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിലാണ് ഇപ്പോൾ തന്ത്രിയുള്ളത് എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ മറ്റന്നാൾ ഹർജി പരിഗണിക്കുകയാണ്. ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ആ സമയത്ത് എന്താണ് SIT പറയുന്നുള്ള നിർണ്ണയം.